യെസ്, എന്താണ് പ്രീഫാബ്രിക്കേറ്റഡ് മോഡുലാർ റോഡ് ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? സ്റ്റീൽ സ്ട്രക്ചർ ആണ് അതിന്റെ ബോഡി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റീറൈൽ കോട്ടിങ്ങോട് കൂടി ഹൈ ക്വാളിറ്റിയിലൂടെയാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അല്ലെ മോഡേൺ കോൺസെപ്റ്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ തരത്തിലും ഹൈ ക്വാളിറ്റി ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ അഡ്വാൻസ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇത് മോഡുലാർ ഓപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ദിസ് ഓപ്പീസ് പ്രൊവൈഡ് ദ ബെനിഫിറ്റ് ഓഫ്, ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതുകൊണ്ടുള്ളത്? എന്നെ കാണുന്നില്ലേ? ഇപ്പോഴോ കാണാലോ? നോക്കിയേ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, ലോങ് ഡ്യൂറബിലിറ്റി, സ്ട്രോങ് ആൻഡ് flexible for future expansion, ease of maintenance, installation and support of equipment, then provision of opening needed for the installation without affecting hardness of structure. Okay, first point എന്താണ് പറയുന്നത്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താണ് റാപ്പിഡ് കൺസ്ട്രക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്? ഈ OP ഏത് രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും? ഏത് രീതിയിലായിരിക്കും? ഒരുപാട് സമയം എടുത്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണോ? അല്ല അല്ലെ, റാപ്പിഡ് ആയിട്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ. പേജ് നമ്പർ 61 മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് റാപ്പിഡ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്താ ഈ OP നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇൻഫെക്ഷൻസ് പകരാതിരിക്കുക, ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ, സ്പ്രെഡ് ആവാത്ത തരത്തിലുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന് ബിൽഡപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും, കണ്ടാമിനേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കുള്ളൂ അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. യാതൊരു വിധത്തിലും ഇൻഫെക്ഷൻസ് അകത്ത് വളരാതിരിക്കാനുള്ള എല്ലാ കൺട്രോളും എന്തിനുണ്ടായിരിക്കും? മോഡുലാർ OPയിൽ തയ്യാറാക്കപ്പെട്ടതായിരിക്കും. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് തേർഡ് പോയിന്റ് നോക്കിയേ? ലോങ് ഡ്യൂറബിലിറ്റി. ലോങ് ഡ്യൂറബിലിറ്റി എന്താണ്? ഏറെ കാലം അല്ലെ, കുറെ കാലത്ത് നിലനിൽക്കുന്നതാണ് അല്ലെ. അതിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ആണ് അല്ലെ, ദീർഘകാലം നിലനിൽക്കുന്നതാണ് മോഡുലാർ OPs എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അഡ്വാൻസ് ടെക്നോളജി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചതിനാൽ തന്നെ അതിന് ലോങ് ഡ്യൂറബിലിറ്റി തന്നെ ആയിരിക്കും മോഡുലാർ OPക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, then strong and flexible for future expansion. Strong and flexible for future expansion. എന്താണ് പറയുന്നത്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ്? ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് വളരെയധികം സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ഭാവിയിൽ മാറ്റം വരുത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കും? ഈസി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ്ങുമാണ് ഫ്ലെക്സിബിളുമാണ് മോഡുലാർ OP. എന്തെങ്കിലും എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളോ മറ്റെന്തെങ്കിലും ബിൽഡപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം ഭാവിയിലും അത് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത പോയിന്റ് അത് റിലേറ്റഡ് തന്നെയാണ്. നോക്കിയേ, ഫിഫ്ത് പോയിന്റ് എന്ന് നോക്കിയേ,
ease of maintenance. Ease of maintenance എന്ന് പറഞ്ഞാൽ എന്താണ്? Ease means അനായാസം അല്ലെ? അനായാസം അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അനായാസം അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതെങ്ങനെയുള്ളതാണ്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിളുമാണ്. ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വളരെ നമുക്ക് ഫലപ്രദമായിട്ട് ഇത് ചെയ്യാനും സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് വളരെ അനായാസം തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലെ? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് മോഡുലാർ റോട്ടയുടെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. സിക്സ്ത് പോയിന്റ് എന്താണ്? ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. എന്തായിരിക്കും ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? ഇനിയിപ്പോ ഏതെങ്കിലും നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് അല്ലെ? ഇപ്പോ ഇൻസ്റ്റാളേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ മോഡുലാർ റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസോ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്താണ്? എത്രയും പെട്ടെന്ന് അത് സാധിക്കുന്നതായിരിക്കും. ഈസി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഏതെങ്കിലും ഡിവൈസോ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഏതെങ്കിലും സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? ഇത് ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. Then seventh point, provision of opening needed for the installation without affecting hardness of structure. Provision of opening needed for the installation without affecting hardness of structure. ഒന്ന് വായിച്ചു നോക്കിയേ, എന്താ അവിടെ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയേ. Provision of opening needed for the installation without affecting hardness of structure. എന്തായിരിക്കും അവിടെ പറയുന്നത്? ഇപ്പോ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിവൈസസുകൾ അവിടെ കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ സ്ട്രക്ചർ മൊത്തമായിട്ട് അഴിച്ചു പണിയേണ്ടതുണ്ടോ? ആ ഓട്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഴിച്ചു പണിയേണ്ടി വരുമോ? അതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നില്ല അല്ലെ? അത് വിത്തൗട്ട് അഫക്ടിങ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ, മോഡുലാർ റോട്ടിയുടെ സ്ട്രക്ചർ മാറ്റാതെ തന്നെ നമുക്ക് ഏത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും ഏത് ഡിവൈസ് വേണമെങ്കിലും അവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, മൊത്തത്തിൽ അത് അഴിച്ചു പണിയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ എന്താണ്? അപ്പൊ അതിന്റെ സ്ട്രക്ചർ മാറാതെ തന്നെ ഏത് ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ്സും നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൊത്തത്തിൽ നമുക്ക് അഴിച്ചു പണിയാതെ തന്നെ എങ്ങനെ വേണമെങ്കിലും അത് കണക്ട് ചെയ്യാം. ഓക്കെ, യെസ്. നോക്കാം, ഇന്നോട് പറഞ്ഞു ശ്രദ്ധിക്കൂ. മോഡുലാർ റോട്ടി എന്ന് പറഞ്ഞ എന്താണ്? Prefabricated modular roti is a finished steel structure with a jointless sterile coating that provides a high quality finish. എന്താണ് മോഡുലാർ റോട്ടറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്? എങ്ങനെയാണ്? സ്റ്റീൽ കോട്ടിംഗ് ആണ് അല്ലെ? സ്റ്റീൽ കോട്ടിംഗ് ആണ് അല്ലെ? ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണ് മോഡുലാർ റോട്ടിയുടെ എന്ന് പറയുന്നത്. പിക്ചർ നമ്മൾ നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. മോഡുലാർ റോട്ടി നോക്കിയാൽ ഗൂഗിളിൽ കാണാൻ സാധിക്കും കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ് മോഡുലാർ റോട്ടി കാണാനായിട്ട് തന്നെ. എന്തുകൊണ്ടാണ്? സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ വളരെ ഭംഗിയാണ് അത് കാണുവാൻ. യെസ്. ഇനി എത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഫിനിഷ് ആണ് മോഡുലാർ കോട്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞത്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്താണ് റാപ്പിഡ് കൺസ്ട്രക്ഷൻ? വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ സാധിക്കുന്നു. ഫാസ്റ്റ് ആയിട്ട് ഇതിനെ നിർമ്മിക്കുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. സെക്കൻഡ് വൺ എന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും അതിന്റെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തരം
ഇൻഫെക്ഷൻ കൺട്രോൾഡ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും അത് അതിന്റെ സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ തേർഡ് പോയിന്റ് എന്താണ്? ലോങ് ഡ്യൂറബിലിറ്റി ആണ് അല്ലെ. വളരെ ദീർഘകാലം ഇത് നമ്മൾക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ലോങ് ഡ്യൂറബിലിറ്റി. ഓക്കെ, കുറെ കാലം ഇത് നിലനിൽക്കുന്നതായിരിക്കും. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. എങ്ങനെയുള്ളതാണ് ഇതിന്റെ ഉപയോഗം? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഇനി ഫ്യൂച്ചർ ഭാവിയിൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായി? സ്ട്രോങ്ങും ഫ്ലെക്സിബിളും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് നന്നായി ഉപയോഗിക്കുവാനും സാധിക്കുന്നു. പിന്നെ എയ്സ് ഓഫ് മെയിൻ്റനൻസ്, അനായാസം നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സ്ട്രക്ചറൽ വ്യത്യാസം വന്നാൽ അടുത്ത് മറ്റ് ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാനും അത് ഫലപ്രദമായി ഉപയോഗിക്കുവാനും ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ദെൻ സിക്സ് പോയിന്റ് എന്താണ്? ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ. ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ, സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്ടിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്ടിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. ഇനി അത് ഫുള്ള് മൊത്തത്തിൽ നമ്മൾ അഴിച്ചു പണിതിട്ട് വേണ്ട അതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതിന്റെ ആ സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് എന്താണ്, അത് മൊത്തത്തിൽ അഴിച്ചു പണിയാതെ തന്നെ നമുക്ക് അതിലേക്ക് മറ്റു എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ ഫലപ്രദമായിട്ട് സാധിക്കുന്നു. മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ടതായിട്ട് ആവശ്യപ്പെടുന്നില്ല. അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സ്ട്രക്ചറിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ തന്നെ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് മോഡുലാർ ഔട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പറയൂ, ക്ലിയർ ആണോ? യെസ്, ബിനി. ഓക്കെ, then second type എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഗ്രേറ്റഡ് OT. സെക്കൻഡ് ടൈപ്പ് ഇന്റർഗ്രേറ്റഡ് OT. എന്താണ് ഇന്റർഗ്രേറ്റഡ് OTയുടെ പ്രത്യേകത? എന്തായിരിക്കാം? ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കൂ. Yes. Integrated OT, functionally linking the OT environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipments. Yes. എന്താണ് OT എൻവയോൺമെന്റുമായിട്ട് എന്താണ് പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ഒരു ഫങ്ഷണൽ ലിങ്കിങ് ആണ് എന്ത് ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറയുന്നത് അല്ലെ. സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് ഇന്റർഗ്രേറ്റഡ് OT പ്രവർത്തിക്കുന്നത്. ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താ? ലിങ്ക് ചെയ്യാനുള്ള ഒരു മീനിങ് അല്ലെ. പരസ്പരം സംയോജിപ്പിക്കാനുള്ള ഒരു മീനിങ് തന്നെ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇന്റർഗ്രേറ്റഡ് OTയുടെ മറ്റു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് അല്ലെ. പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. എന്തൊക്കെയായിരിക്കും ഇന്റർഗ്രേറ്റഡ് OTയിൽ ഉണ്ടായിരിക്കുക? എന്തൊക്കെയാണ്? ഇത് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്റർഗ്രേറ്റഡ് OTയിൽ ഉണ്ടായിരിക്കുക. അതായത്
ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും എന്താ ഇന്റർഗ്രേറ്റഡ് OT പ്രവർത്തിക്കുന്നത്. അതായത് സാധാരണ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ് ആൻഡ് AC മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അതൊക്കെയായിരിക്കും അവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഓഡിയോസും വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും എന്താണ് സർജറി പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് മറ്റാളുകളുമായിട്ട് മറ്റ് ഡോക്ടേഴ്സുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പർപ്പസ് കൂടി ഇന്റർഗ്രേറ്റഡ് OTയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, സർജറിയുടെ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയും ഇന്റർഗ്രേറ്റഡ് OTയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ കൂടി ഇന്റർഗ്രേറ്റഡ് OTയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഹൈബ്രിഡ് OT. ഹൈബ്രിഡ് OT എന്താണ്? ഹൈബ്രിഡ് OT a surgical theater that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery, less incision. ഇനി ഹൈബ്രിഡ് OT എന്താണ്? ഹൈബ്രിഡ് OTയുടെ പ്രത്യേകത, മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞ മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസ് ആണ് അവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത് അല്ലെ. മെഡിക്കൽ ഇമാജിംഗ് ഹൈടെക് ടെക്നോളജീസ് ആണ് അല്ലെ. ഹൈബ്രിഡ് OT എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഹൈടെക് ടെക്നോളജീസ്, പ്രധാനമായും മോഡേൺ മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈബ്രിഡ് OT പ്രവർത്തിക്കുന്നത്. equipped with modern medical imaging devices. Next ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവാട്ടോ. Surgical theaters that is equipped with modern medical imaging devices like ഏതൊക്കെയാണ്? C-arms, CT scanners, MRI scanners. മെഡിക്കൽ ഇമാജിംഗ് എന്ന് പറയാൻ എന്താണ്? നമ്മൾ മെഡിക്കൽ ഇമാജിങ്സില് C-arms എന്താണ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? C-arms C ഷേപ്സിലുള്ള ഒരു ഇമാജിനറി ഡിവൈസ് ആണ് C-arms എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? കാണാത്തവരൊന്ന് സെർച്ച് ചെയ്താൽ മതി, പിക്ചർ കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ C ഷേപ്ഡ് ആംസിനെയാണ്, അതായത് സിയുടെ ആകൃതിയിലാണ് ആ ഡിവൈസ് ഇരിക്കുന്നത്. സിയുടെ ഷേപ്സിലാണ്, ഡിവൈസ് അല്ല മെഷീൻ ഇരിക്കുന്നത്. C ഷേപ്സിലാണ്. മുകളില് സിയുടെ മുകളിൽ, അതായത് ടോപ്പിലായിട്ടായിരിക്കും അതിന്റെ ആ ലൈറ്റിംഗ് സംവിധാനങ്ങൾ, ക്യാമറാസ് ഒക്കെ വരുന്നത്. താഴെ അത് എടുക്കുന്നതിനുള്ള ഏത് ഫ്രാക്ചേഴ്സ് സംഭവിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണെങ്കിൽ ഇമാജസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്കറിയില്ലേ സിയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്? C ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, പിക്ചർ കാണാത്തവരൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? C-armsന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. C ഷേപ്ഡ് ആംസ് കേട്ടോ. C ഷേപ്ഡ് ആംസ് എന്താണ്? C-arms നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നത്. C ഒരു ഹൈഫൺ ഇടാം, ഷേപ്ഡ് ആംസ്, C ഷേപ്ഡ് ആംസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ ഇമാജസ് പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇത് എക്സ്റേ ഇമാജസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സർജൻസ് മോണിറ്റർ, ഇപ്പോ റിയൽ ടൈം ആയിട്ട് നമുക്കിപ്പോ ഒരു റിയൽ ടൈമിൽ തന്നെ എന്താണ് സർജറി ഇപ്പൊ തന്നെ എക്സ്റേ കിട്ടണമെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ആ ഒരു ആദ്യത്തെ മൊമെന്റിൽ തന്നെ ആ ഒരു എക്സ്റേ പ്രൊസീജിയേഴ്സ് ആ റൂമിൽ തന്നെ ഹൈബ്രിഡ് OTയുടെ അകത്ത് വെച്ച് തന്നെ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് സാധിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഭാഗങ്ങളുടെ എക്സ്റേസ് നമുക്ക് ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസിലാണെങ്കിൽ സർജറിക്ക് മുമ്പായിട്ട് തന്നെ എന്താണ് എക്സ്റേ എടുത്ത് നോക്കാനുള്ള സംവിധാനം C-arms ഉപയോഗിച്ച് സാധിക്കുന്നു. പിന്നെ എമർജൻസി റൂമിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് കൊണ്ടുപോകാനും എളുപ്പമാണ്. അതൊരു മൊബൈലാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു മൂവ് ആണ് അല്ലെ. ഈസി ടു മൂവിൽ നമുക്ക് ഏത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊണ്ടുപോകുന്നതിനും എന്താണ് ഈ C-arms വളരെ സുഖപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, then
ഇത് ഫ്രാക്ചേഴ്സിലും മറ്റ് അതർ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് സിയാംസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേകൾ പെട്ടെന്ന് എടുത്തു നോക്കുന്നത് കേട്ടോ. ഏതെങ്കിലും സർജറിക്ക് മുമ്പായിട്ട് തന്നെയായിരിക്കും ഡോക്ടേഴ്സ് സിയാംസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈബ്രിഡ് ഓർട്ടിയിൽ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താ എക്സ്റേസ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് സിയാംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ സിയാംസ് എന്താണെന്ന്? ക്ലിയർ ആണോ അത്? ക്ലിയർ ആണെങ്കിൽ യെസ് ക്ലിയർ മിസ് എന്നൊന്ന് പറയാം. അപ്പൊ നമുക്ക് എടുത്ത് പറയാനായിട്ട് അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് CT സ്കാനേഴ്സ്. CT സ്കാനേഴ്സ് എന്താണ്? CT സ്കാനേഴ്സ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനർ അല്ലെ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനർ നമ്മള് CT സ്കാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അത്? എന്തിന്റെയൊക്കെ ഇമേജസ് ആണ് എടുക്കുന്നത്? ബോൺസ്, മസിൽസ്, ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്. അതിന്റെയൊക്കെ ഇമേജസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് CT സ്കാനേഴ്സുകൾ ഹൈബ്രിഡ് ഓർട്ടീസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. എന്താണെന്ന് എഴുതണോ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. എക്സ്പാൻഷൻ ഡീറ്റെയിൽസ് ഒന്നും അറിയണമെന്നില്ല. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നോട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നോട്ട് ചെയ്യാം എന്ന് പറയാം. CT സ്കാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ഇസ് എ നമ്മൾ അത്യാവശ്യം ചെറിയ നോട്ട്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർക്കൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ഇസ് എ diagnostic imaging test. CT scan is a diagnostic imaging test. TEST test. എക്സാമിന് ചോദിക്കാറുണ്ട് ചിലപ്പോ ക്വസ്റ്റ്യൻസ്. എക്സ്പാൻഷൻ ചോദിക്കാൻ ചിലപ്പോ റിവ്യൂസ് ഒക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുമ്പോ ഇപ്പൊ അതിന്റെ എക്സ്പാൻഷൻ മാത്രമല്ലാതെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചെറുതാണെങ്കിൽ കൂടെ അത് അറിഞ്ഞിരിക്കുന്നതാണ്. എക്സ്പാൻഷൻ മാത്രമല്ല, അതിന്റെ യൂസ് അറിയില്ല, എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് മാത്രം നമുക്ക് അറിഞ്ഞിരിക്കും അല്ലെ? ബാക്കിയുള്ളത് പ്രാക്ടിക്കലിന് വരുന്ന കാര്യങ്ങൾ അല്ലെ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് CT സ്കാനേഴ്സ് ഉപയോഗിക്കുന്നത്? Diagnostic imaging test that uses X-ray to create detailed picture of X-rays to create detailed picture of inside of the body. Detailed picture of inside of the body. എന്തിന്റെയൊക്കെയാണ്? ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുന്നത്? ബോൺസ്, BONES, muscles, organs and organs and blood vessels. BLOD, blood vessels. VESSELS, vessels, blood vessels. ഒന്നുകൂടി പറയാം.
Computer tomography scan is a diagnostic imaging test that uses X-ray to create detailed picture of inside of the body. CT scan അല്ലെങ്കിൽ computer tomography scan is a diagnostic imaging test. അങ്ങനെയെങ്കിലും നോട്ട് ചെയ്യാം. ഇമാജിൻ ടെസ്റ്റ് ആണ്. അതെന്തിനു വേണ്ടി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? That use X-rays to create detailed picture of. X-rays ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ ഇതെടുക്കുന്നത്. X-rays to create detailed picture of the inside of the body. ഇതൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ബോൺസ്, മസിൽസ്, ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വരുന്നത് MRI scanners. MRI scanners എന്താണ്? Magnetic resonance imaging. Magnetic resonance imaging. ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? Imaging is a medical imaging devices ആണ് MRI എന്ന് പറയുന്നത്. Used in radiology to form pictures of the anatomy and the physiological procedures inside the body. അതായത് ശരീരത്തിനുള്ളിലെ ശരീരഘടനകളെയും പ്രക്രിയകളെയും ചിത്രരൂപത്തില് രൂപപ്പെടുത്തുന്നതിന് ഒരു മെഡിക്കൽ ഇമാജിംഗ് സാങ്കേതിക വിദ്യയാണ് എന്ത്? അതായത് കാന്തികക്ഷമത ഉപയോഗിച്ചുകൊണ്ട്, മാഗ്നറ്റിക് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് MRI സ്കാനേഴ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ടാവും? റേഡിയേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ മാഗ്നറ്റിക് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേഡിയേഷൻ ഉണ്ടാവും. കാന്തികക്ഷമത കൊണ്ട് ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇവിടെ റേഡിയേഷൻ ഉണ്ടാകുമോ? MRI എടുക്കുമ്പോൾ റേഡിയേഷൻസ് ഉണ്ടാകുമോ? MRI എന്താന്ന് എഴുതി വെച്ചാൽ മതി. ഇത് സമയം പോകുന്നത്. മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. നോട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. പറയണോ? നോട്ട് വേണോ നിങ്ങൾക്ക്? നേരത്തെ നോട്ട് കൊടുത്തപ്പോ കുറെ പേര് ചോദിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിന് പറയാതിരുന്നത് കേട്ടോ. നോട്ട് ചെയ്തോളൂ. Imaging medical MRI is a medical imaging technique. MRI is a medical imaging technique. MRI is a medical importance ആണ്, ചോദിക്കാറുണ്ട്. Techniques used in radiology. Medical imaging techniques used in radiology to form pictures of the anatomy and the physiological process. Anatomy and the physiological process inside the body. MRI is a medical imaging techniques used in radiology to form pictures of the anatomy and the physiological process inside the body. ശരീരത്തിനുള്ളിലെയും അതല്ലെങ്കിൽ ശരീരഘടനയെയും പ്രക്രിയയെയും ചിത്രരൂപപ്പെടുത്തുന്നതിനും ഒരു മെഡിക്കൽ ഇമാജിൻ സാങ്കേതിക വിദ്യയാണ് എന്ത് MRI എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെടുക്കുന്നത്. കാന്തികക്ഷമത ഉപയോഗിച്ചുകൊണ്ടാണ് MRI സ്കാനിങ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നോട്ട് ചെയ്തോ? സി അപ്പൊ മെഡിക്കൽ ഇമാജസ് ആണ്. 3 ഇമാജസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. CRS എന്താണ്, CT സ്കാനേഴ്സ് എന്താണ്, MRI സ്കാനേഴ്സ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായും ഹൈബ്രിഡ് ഓട്ടികളിലാണ്
മോഡേൺ മെഡിക്കൽ ഇമാജിൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു OT-യാണ് എന്ത്? ഹൈബ്രിഡ് OT. ആൻസർ CT സ്കാനേഴ്സ് ആൻഡ് MRI സ്കാനേഴ്സ്. ഈ 3 മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസുകൾ ഹൈബ്രിഡ് OT-യിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി this allows slightly invasive surgery, less incision. എന്താ പറയുന്നത്? എങ്ങനെയുള്ള സർജറിയാണ് അവിടെ നടത്തപ്പെടുന്നത്? ഇങ്ങനെയുള്ള സർജറിയാണ് അവിടെ അലോ ചെയ്യുന്നത്? സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, ലെസ് ഇൻസിഷൻ. അതായത് ചെറിയ മുറിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറീസ് അല്ലെ, ചെറിയ മുറിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ പ്രോസസ്സുകളൊക്കെ എന്താണ്? അലോ സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, ലെസ് ഇൻസിഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറീസുകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? മോഡുലാർ OT, ഇന്റർഗ്രേറ്റഡ് OT, ഹൈബ്രിഡ് OT. അത് 3 ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. 3 ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കൂ. മോഡുലാർ, ഇന്റർഗ്രേറ്റഡ് ആൻഡ് ഹൈബ്രിഡ് OT. പെട്ടെന്നൊന്ന് വായിക്കൂ. മോഡുലാർ OT-യിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? മോഡുലാർ OT ക്ലിയർ ആണോ? ക്ലിയർ. ഇന്റർഗ്രേറ്റഡ് OT ക്ലിയർ ആണ്. ഹൈബ്രിഡ് OT ഓക്കെ, യെസ്. അപ്പോ ഈ മെഡിക്കൽ ഇമാജസുകൾ ഉള്ളത് കൊണ്ട് തന്നെ, മോഡേൺ മെഡിക്കൽ ഇമാജസുകൾ ഹൈബ്രിഡ് OT-യിൽ ഉപയോഗിക്കുന്നത് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് ഇത്തരത്തിലെ സർജറി ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് തന്നെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ അല്ലെ, മെഡിക്കൽ ഇമാജസുകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് സർജൻസിന് കൂടുതൽ നല്ല രീതിയിൽ തന്നെ അത് സർജറി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 3 ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ എല്ലാവർക്കും ഒരേപോലെ? യെസ്. നെക്സ്റ്റ് ഭാഗം നോക്കാം. Preventive measures against hazardous in operation theatre. Preventive measures against hazardous in operation theatres. എന്താണ് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾക്ക് അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള ചെറിയ അപകടങ്ങളാണ് തിയേറ്റേഴ്സിൽ ഉൾന്നിരിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രിവെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? Put on shoes prepared for nurses with non-slip soles. Put on shoes prepared for nurses with non-slip soles. എങ്ങനെയുള്ള ഷൂസ് ആയിരിക്കണം, അല്ലെ എങ്ങനെയുള്ള ചപ്പൽസ് ആയിരിക്കണം നഴ്സുമാർക്ക് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയുള്ളതായിരിക്കണം. നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോൺ സ്ലിപ്പ് ആയിരിക്കണം അല്ലേ? തെന്നിപ്പോകാത്ത തരത്തില് സ്ലിപ്പ് ആവാത്ത രീതിയിലായിരിക്കുന്ന ഷൂസുകളായിരിക്കണം തയ്യാറാക്കേണ്ടത്. നോൺ സ്ലിപ്പ് ഷൂസ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, യെസ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് utmost care, proper voice disposal also. Handle sharp objects with utmost care. ഇനി തിയേറ്റേഴ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ്, അതായത് മൂർച്ചയുള്ള വസ്തുക്കൾ. മൂർച്ചയുള്ള വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം അവിടെ വരുന്നത്? എന്തൊക്കെയായിരിക്കാം മൂർച്ചയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോ? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ, സിസേഴ്സ് വരാം, നീഡിൽസ് വരാം, പിന്നെ സിറഞ്ച്, നൈഫ്, കത്തി, ബ്ലേഡ് അല്ലെ,
ബ്ലേഡ്, അങ്ങനെ പല മൂർച്ചയായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം അല്ലെ. അപ്പൊ അതൊക്കെ എടുക്കുന്ന സമയത്ത് വളരെയധികം കെയർ ചെയ്തിട്ട് വേണം നമ്മൾ അത് എടുക്കാനായിട്ട് അല്ലെ. എന്തെങ്കിലും തരത്തിലും മുറിവുകളൊന്നും തന്നെ സംഭവിക്കാത്ത രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. ദെൻ എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ആ തോന്നിയ സ്ഥലത്ത് നമുക്ക് വലിച്ചെറിയാനായിട്ട് സാധിക്കുമോ? ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകള് തോന്നിയ സ്ഥലത്ത് വലിച്ചെറിയാൻ പാടുണ്ടോ? ഇല്ല. ഇത് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസലിലായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് എന്താണ് ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ പഞ്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലായിരിക്കണം. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? പഞ്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ്. ഓരോ കണ്ടെയ്നേഴ്സും ലേബിൾഡ് ആയിട്ടുള്ള ഏതൊക്കെ എക്യുപ്മെന്റ്സ്, ഏതൊക്കെ വേസ്റ്റസുകൾ എവിടേക്ക് കളയണമെന്ന് ഓരോ ലേബിൾഡ് ആയിട്ടുള്ള ബാഗുകളും കണ്ടെയ്നേഴ്സും ഉണ്ടാവും. അവിടെ മാത്രമേ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് ഓരോന്നിനും കളർ ഉണ്ടായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഓരോ വേസ്റ്റ് ഇടുന്നതിനൊക്കെ പല കളേഴ്സ് ഉണ്ടാവും. പച്ച, മഞ്ഞ, ചുവപ്പ്, പല കളേഴ്സിലായിരിക്കും കണ്ടെയ്നേഴ്സ് വെച്ചിരിക്കും. ഇതിന്റെ മുകളിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ വസ്തുക്കൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അവിടെ മാത്രമേ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസലിൽ മാത്രമായിരിക്കും നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിൽ മാത്രമാണ് നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ്സിൽ പറയുന്നത്. ഓക്കെ, then third എന്താണ്? Install ground fault circuit interrupters. Call a skilled electrician to test and repair damaged equipments. Install ground fault circuit interrupters. Underline ചെയ്തേ. എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്? ഇതിനായിരിക്കാം എന്തെങ്കിലും എക്യുപ്മെന്റ്സിൽ ഏതെങ്കിലും ഡാമേജ് സംഭവിച്ച, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വയറുമായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസുകൾ ഉണ്ടെങ്കിൽ എന്താണ് അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രിറ്റേഴ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഷോക്ക് അടിക്കാൻ ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും റിപ്പയർ വേണം, അത് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഏതെങ്കിലും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസിനെ കൊണ്ടുവന്ന് നമ്മൾ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഇത് ക്ലിയർ ആക്കിയപ്പോൾ അല്ലെ, അത് ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മൾ എക്സാമിന് ചിലപ്പോൾ ഇതിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും കാണുന്നത്. GFCI എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. GFCIയുടെ ഫുൾ എക്സ്പാൻഷൻ എന്താണ്? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. കേട്ടോ, അണ്ടർലൈൻ ചെയ്യണേ. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. എന്താണ് പലരും ലീവ് ചെയ്ത് പോകുന്നത്? 38 ആണ്. നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സർക്യൂട്ട് ബ്രേക്കർ ആണ് അല്ലെ. എന്തെങ്കിലും ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവിടെ എന്തെങ്കിലും ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. ഫാസ്റ്റ് ആയിട്ട് തന്നെ ഏകദേശം 40 സെക്കൻഡിനുള്ളിൽ തന്നെ അവിടെ എന്തെങ്കിലും ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ ആണ് അല്ലെ, നമുക്ക് എത്രയും പെട്ടെന്ന് അത് അറിയാൻ സാധിക്കും. ഓക്കെ, ഇതൊരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസസ് ആണ് കേട്ടോ. തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസസ് ആണ് എന്ത്? GFCI എന്ന് പറയുന്നത്. GFCI ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഓക്കെ, മനസ്സിലായോ? അത് തേർഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, then fourth one. അപ്പൊ
അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ വൻ അപകടങ്ങൾ ഇലക്ട്രിക്കൽ ഷോക്സ് തുടങ്ങി വൻ അപകടങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഓപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. Then put on the radiation dosimeter. Put on a radiation dosimeter, badge or other. When exposed to radiation, follow all safety instructions to lessen exposure to a minimum. Put on a radiation dosimeter. What is dosimeter? എന്താണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് വികിരണങ്ങളുടെ അല്ലെങ്കിൽ റേഡിയേഷന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തിയേറ്റർ സ്റ്റാഫുകൾ വെയർ ചെയ്യുന്ന റേഡിയേഷന്റെ അല്ലെങ്കിൽ വികിരണത്തിന്റെ എക്സ്പോഷർ കാട്ടിലും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു ഉപകരണമാണ്, ഒരു സേഫ്റ്റി ഉപകരണമാണ് എന്ത് റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ബാഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ പോക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലായിരിക്കും നഴ്സസ് അല്ലെങ്കിൽ മറ്റ് അതർ സ്റ്റാഫുകള് റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വികിരണത്തിന് വിധേയമാവുമ്പോൾ നമുക്ക് എന്താണ് റേഡിയേഷൻ അടിച്ചെന്ന് പറയാം. അപ്പൊ അതിൽ വിധേയമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എക്സ്പോഷറിന് അതിന്റെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോഷർ പരമാവധി കുറയ്ക്കാനായിട്ട് ഇത് കെട്ടുന്നത് കയ്യിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബാഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ പോക്കറ്റ്സിൽ യൂസ് ചെയ്യുന്ന തരത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ തിയേറ്റർ പേഴ്സണൽസ് അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷന്റെ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോസിമീറ്റേഴ്സ് അവരെ വെയർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കുള്ളത് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. റേഡിയേഷൻ ഡോസിമീറ്റർ when exposed to radiation, follow all safety instruction to lessen exposure to a minimum. ഓക്കെ, മനസ്സിലായോ അത് എന്തിനാണ് റേഡിയേഷൻ ഡോസിമീറ്റർ ഉപയോഗിക്കുന്നതെന്ന്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. Install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. Install air conditioning with effective general ventilation. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ പ്രോസസ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്? ഇതിനു വേണ്ടിയിട്ടാണ് എയർ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് അല്ലേ? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മള് ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഫ്രീ എയർ മൂവ്മെന്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ട്? താപസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? Install air conditioning with effective general ventilation in operating room, lessen heat stress and remove odors, gases and vapors. എന്തിന്റെയൊക്കെ അവിടെ എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടാകാം? എന്തൊക്കെ ഉണ്ടാവും അതിന്റെ അകത്ത്? റിമൂവ് ഓഡേഴ്സ്. ഓഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്ട്രെസ് ആയിരിക്കും, വളരെയധികം താപം ഒരിക്കത്തിന്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദുർഗന്ധങ്ങൾ ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള ദുർഗന്ധങ്ങൾ ഉണ്ടാകാം. ഇനി എന്താണ്? ഗ്യാസസ്, മറ്റെന്തെങ്കിലും വാതകങ്ങള് ആൻഡ് വേപ്പേഴ്സ്. വേപ്പേഴ്സ് എന്താണ്? നീരാവി എന്നിവ നീക്കം ചെയ്യുന്നതിനും ഓപ്പറേറ്റിംഗ് റൂംസിൽ ഫലപ്രദമായിട്ടൊരു പൊതു വെന്റിലേഷൻ കിട്ടുന്നതിനും വേണ്ടിയായിട്ട് എന്താണ്? എയർ കണ്ടീഷണേഴ്സ് സ്ഥാപിക്കേണ്ടി വരുന്നു അല്ലെ? ഇത്തരത്തിലുള്ള ഗന്ധങ്ങൾ, ദുർഗന്ധങ്ങളും ഗ്യാസസ് ഒക്കെ തങ്ങി നിന്നാൽ എന്താണ്? അവിടെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയിരിക്കും അല്ലെ? താപസമ്മർദ്ദം കൂടുതലായിരിക്കും, ഹീറ്റ് സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പൊ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് എന്തൊക്കെയായിരിക്കാം അവിടെ നിൽക്കുന്നത്? ഓഡേഴ്സ് ഉണ്ടാവാം, ഗ്യാസസ് ഉണ്ടാവാം, വൈപ്പേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ പുറത്ത് തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എഫക്റ്റീവായിട്ട് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ വെന്റിലേഷൻ സൗകര്യങ്ങള്, ഒരു ജനറൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ അത്?
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാം. Then nurses sensitive to natural rubber lactose must use non-lactose or powder-free lactose gloves and avoid contact with other lactose products. Nurses sensitive to natural rubber lactose. എന്താ അവിടെ പറയുന്നത്? Nurses sensitive to natural rubber lactose. എന്താണ് lactose? Natural rubber lactose എന്ന് പറഞ്ഞാല് നോൺ ലാക്ടസ് പൗഡർ ഫ്രീ ലാക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൗസസ് കണ്ടിട്ടില്ലേ നമ്മള്? ഗ്ലൗസസ് നഴ്സുമാർ ഉപയോഗിക്കുന്ന ഗ്ലൗസസ്, അതിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ റബ്ബർ ലാക്ടസ്, അതായത് എന്തായിരിക്കാം? ചില ഗ്ലൗസിൽ നമ്മൾ ഒരു പൊടി കാണാൻ സാധിക്കും അല്ലെ? ഒരു വൈറ്റ് പൊടി ഉണ്ടാവും ഗ്ലൗസ് ഇടുന്ന സമയത്ത്, ഒരു വൈറ്റ് പൊടി പൗഡേർഡ് ആയിരിക്കും അല്ലെ? ചെറിയ പൊടി, അത് നാച്ചുറൽ ആയിട്ടുള്ളത്. അത് ചില നഴ്സസ്മാർക്ക് എന്തായിരിക്കാം, അത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് വളരെയധികം അലർജീസ് വരാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ്. അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള നഴ്സുമാർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നോൺ ലാക്ടസോ അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാക്ടസ് ഗ്ലൗസുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് പൗഡർ ഫ്രീ ആയിട്ടുള്ള, നമ്മള് നീല കളറിലും വെള്ള കളറിലെയും അല്ലെങ്കിൽ ക്രീം കളറിലേക്ക് ഗ്ലൗസസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നീല കളറിൽ എന്താണ്? പൗഡേഴ്സ് ഉണ്ടായിരിക്കില്ല. അത് നോൺ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകളാണ്. അത് ഉപയോഗിക്കുമ്പോൾ എന്താണ്? സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർക്ക് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വളരെയധികം എന്തായിരിക്കും, കുറച്ചുകൂടി നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റു തരത്തിലുള്ള എന്താണ്, യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ 2 തരം കാറ്റഗറി. നമ്മുടെ സ്കിന്ന് പല ടൈപ്സ് അല്ല എല്ലാവർക്കും. അപ്പൊ സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവും, അല്ലാത്ത നോർമൽ സ്കിന്നുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെന്താണ്, ഇപ്പൊ റബ്ബർ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റാത്തവരെ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലാസുകളായിരിക്കണം അല്ലെങ്കിൽ ഗ്ലൗസസുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. യെസ്, പിന്നെ ഈ ലാക്ടസ്, അതായത് ഈ പൗഡർ ഉള്ള മറ്റു വസ്തുക്കളുമായിട്ട് അവര് ഇടപെടാതിരിക്കുകയും വേണം. കോണ്ടാക്ട് വരാത്ത രീതിയിലായിരിക്കണം ആ നഴ്സുമാരെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അവർക്ക് അലർജീസ് ഉള്ളത് കൊണ്ട് തന്നെ അവര് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാക്ടസ് ഗ്ലൗസസുകൾ ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലായോ? അത് nurses sensitive to natural rubber lactose must use non-lactose or powder-free lactose gloves and avoid contact with other lactose products. Clear ആണോ? മനസ്സിലായോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഗ്ലൗസ് കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? ഇനി ശ്രദ്ധിക്കാത്തവരുണ്ട്, ശ്രദ്ധിച്ചോ. ചില നാച്ചുറൽ ആയിട്ടുള്ള ലാക്ടസില് പൗഡർ ഉണ്ടാവും. നമ്മൾ കയ്യിൽ നിന്ന് അഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് പറ്റി പിടിക്കും. ചിലവർക്ക് അത് വളരെ ഇറിറ്റേഷൻ ആയിരിക്കും, ചൊറിച്ചിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നോക്കിയാൽ മതി. കണ്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ക്രീം കളറിലെ ഗ്ലൗസിൽ ഉണ്ടാവാറുണ്ട്. കൂടുതലും വൈറ്റിലാണ് കാണാറുള്ളത്. പൗഡറിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു പൊടി കാണും. നമ്മൾ ഊരി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ആ പൊടി പിടിച്ചിട്ടുണ്ടാവും. യെസ്, ഓക്കെ. യെസ്, ഇനി ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? What are the benefits of modular OT? What are the benefits of modular OT? Modular OT-യുടെ benefits എന്തൊക്കെയാണ്? ഓരോ പോയിന്റ്സ് ഒന്ന് പറയാമോ? മൈക്ക് ഓൺ ആണ്. What are the benefits of modular OT? Rapid construction, prevent of contamination buildup. Okay, വേറെ ആൾ പറയൂ. Long durability, strong and flexible for future extension, ease of maintenance, installation and support of equipment, പിന്നെ
provision of opening needed for the installation without affecting the hardenedness of structure. സ്ട്രക്ചർ. ഓക്കെ, ആ ഏഴാമത്തെ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? സെവൻത് പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ. സ്ട്രക്ചർ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ എങ്ങനെ വേണമെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, then integrated OT. Integrated OT. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇന്റർഗ്രേറ്റഡ് OTയിലുള്ളത്? നൂർഷില എന്ന് പറയൂ. Functionally linking the OT environment. The consists of patient information, audio, video, surgical light, room lights, AC and medical equipment. Equipments. Okay, yes. Then hybrid OT. Hybrid OT. Anishma Babu. Anishma. Equipped modern medical imaging devices like CMR, CT scanners, MRI. Okay, yes. എന്താണ് സിയാംസ്? എന്താണ് സിയാംസ്? ആര്യ വിജയൻ, സിയാംസ് എന്താണ്? ഡാൻസ് ആണ് സിയാംസ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ യൂസസ്? നമ്മൾ പറഞ്ഞത് എന്താണ്? സിയാംസിന്റെ യൂസ് എന്താണ് നമ്മൾ പറഞ്ഞത്? കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ ഇമേജസ് എടുക്കാൻ സാധിക്കുന്നു അല്ലേ? allowing surgeons to monitor procedure in real time. റിയൽ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് സർജൻസിന് എന്താണ് എക്സ്റേ ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഈസി ടു മൂവ് ആണ് അല്ലെ? ഏത് സമയത്ത് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് MRI? എക്സ്പാൻഷൻ ഓഫ് MRI. Magnetic resonance imaging. Okay, CT scanners, CT expansion. Computed tomography. Okay, yes. ഏതൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സ് ആണ് നമ്മൾ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കേണ്ടത്? പ്രത്യേകിച്ച് സ്റ്റാഫുകൾ നോൺ സ്ലിപ്പ് സോൾസ്. പിന്നെ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? Atmosphere യൂസ് ചെയ്യണം. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആൾസോ. ഇനി then what is GFCI? GFCI എന്താണ്? ground fault in certitude interrupters. Okay, yes. What is dosimeter? റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് വെയർ ചെയ്യുന്നത്. ഓക്കെ, റബ്ബർ ലാക്ടസിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാര് ഏത് തരത്തിലുള്ള ലാക്ടസുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്? പൗഡർ ഫ്രീ ലാക്ടസ് ഗ്ലൗസ്. ഓക്കെ, യെസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. I'm only doing your